ജൂൺ 3 തിങ്കളാഴ്ച. മാർക്കോസ് 12:1-12 വരെ വാക്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് തൻ്റെ പാസ്റ്ററിനോടൊപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവന് ജോലി ലഭിക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും ദശാംശം ദൈവത്തിന് സമർപ്പിക്കാമെന്ന്. അവൻ്റെ ആദ്യത്തെ ആഴ്ചയിലെ പ്രതിഫലം $10 ആയിരുന്നു. അപ്പോൾ ദശാംശം $1. അവൻ കൂടുതൽ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഇപ്പോൾ അവൻ്റെ ദശാംശം ആഴ്ചയിൽ $7 ആയി. പിന്നെ അത് 10 ആയി. മറ്റൊരു നഗരത്തിലേക്ക് അവൻ താമസം മാറ്റി. താമസിയാതെ അവൻ്റെ ദശാംശം ആഴ്ചയിൽ $100 ആയി. പിന്നെ $200. അപ്പോൾ അവൻ തൻ്റെ പഴയ സുഹൃത്തായ പാസ്റ്ററിന് ഒരു കുറിപ്പ് അയച്ചു. ദയവായി എന്നെ കാണാൻ വരണം. പാസ്റ്റർ ആ മനുഷ്യൻ്റെ വീട്ടിലെത്തി. പഴയ കാലത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. ഒടുവിൽ ആ മനുഷ്യൻ പാസ്റ്ററിനെ വിളിച്ച കാര്യം പറഞ്ഞു. താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ദശാംശം നൽകുമെന്ന് ഞാൻ നൽകിയ വാഗ്ദാനം. എനിക്ക് എങ്ങനെ അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റും? നീ എന്തിനാണ് അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്? പാസ്റ്റർ ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അന്ന് ദൈവത്തോട് അങ്ങനെ വാഗ്ദാനം ചെയ്തപ്പോൾ എനിക്ക് $10 ആയിരുന്നു കൂലി. അപ്പോൾ $1 മാത്രം നൽകിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അത് $200 ആയി മാറിയിട്ടുണ്ട്. അത്രയും പണം നൽകാൻ എനിക്ക് കഴിയില്ല. പാസ്റ്റർ തൻ്റെ സുഹൃത്തിനെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദാനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 2 പേർക്ക് ഇവിടെ മുട്ടുകുത്തി ദൈവത്തോട് അപേക്ഷിക്കാം, നിങ്ങളുടെ വരുമാനം കുറയ്ക്കാൻ. അപ്പോൾ $1 മാത്രം ദശാംശം നൽകേണ്ടി വരുന്ന കൂലി മാത്രം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയുടെയും കുടിയാന്മാരുടെയും കഥയുണ്ട്. എല്ലാം സുരക്ഷിതമാണെന്ന് കരുതി ഉടമ തൻ്റെ വയലുകൾ പാട്ടക്കർഷകർക്ക് പാട്ടത്തിന് നൽകി ഒരു യാത്ര പുറപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് ശേഷം മുന്തിരിത്തോട്ടത്തിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം വാങ്ങാൻ അവൻ ഒരു ദാസനെ അയച്ചു. എന്നാൽ വാടകക്കാർ ദാസനെ കഠിനമായി മർദ്ദിക്കുകയും വെറും കൈയോടെ ഉടമയുടെ അടുത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. പിന്നീട് ഉടമ മറ്റ് പല ദാസന്മാരെയും അയച്ചു. അവരോടെല്ലാം അവർ അങ്ങനെ തന്നെ ചെയ്തു. ഉടമ അങ്ങേയറ്റം നിരാശനും ദേഷ്യവും ഉണ്ടായി. അവൻ അയച്ച ദാസരെയെല്ലാം കുടിയാന്മാർ തല്ലുകയോ കൊല്ലുകയോ ചെയ്തു. ഒടുവിൽ തൻ്റെ തോട്ടത്തിലേക്ക് സ്വന്തം മകനെ അയക്കാൻ തീരുമാനിച്ചു. തീർച്ചയായും കുടിയാന്മാർ തൻ്റെ മകനെ ബഹുമാനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്നിരുന്നാലും അവർ അങ്ങനെ ചെയ്തില്ല. അവർ ഉടമയുടെ മകനെ കൊന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടതിന് പ്രതികാരമായി പിതാവ് ആ കുടിയാന്മാരെയെല്ലാം വധിച്ചു. ഈ സുവിശേഷ വായനയിലെ കുടിയാന്മാർ ദൈവജനത്തെ പരിപാലിക്കാൻ ചുമതലപ്പെടുത്തിയ ഇസ്രായേലിലെ ശാസ്ത്രിമാരും ഫരിസേയരും ആയിരുന്നു. ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ജീവിതമല്ല അവർ നയിച്ചത്. അവർ
ദൈവം അയച്ച പ്രവാചകന്മാരെ നിരസിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ദൈവം തൻ്റെ പുത്രനെ തന്നെ അയക്കുന്നു. അവനെയും അവർ നിരസിക്കുകയും പിന്നീട് ക്രൂശിക്കുകയും ചെയ്തു. സത്യത്തിൻ്റെ പ്രവാചകന്മാരാവുക എന്നത് എളുപ്പമല്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പലരും അതിൽ അസ്വസ്ഥരാണ്. അതുകൊണ്ടാണ് ദൈവത്തെയും അവൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ചുള്ള സത്യത്തിൻ്റെ സന്ദേശവാഹകരായി പ്രവർത്തിച്ചതിന് പ്രവാചകന്മാരും മിഷണറിമാരും രക്തസാക്ഷികളായി മാറുന്നത്. യേശുവിനെയും അവന് മുമ്പുള്ള പ്രവാചകന്മാരെയും അവന് ശേഷമുള്ള അപ്പോസ്തലന്മാരെയും പോലെ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് ധൈര്യമുണ്ടാകാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിമർശിക്കപ്പെടാം, എതിർക്കപ്പെടാം, കൊല്ലപ്പെടാം. പക്ഷേ മുന്തിരിത്തോട്ടത്തിൽ ദൈവമഹത്വത്തിനായി ഫലം കായ്ക്കുന്നതിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.